തീരുന്നവരെ തുരുമ്പായിരുന്നോ? ഞാൻ പോലീസിന്റെ ടാങ്കിൽ തീരുന്നതുവരെ തുരുമ്പായിരുന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ മാറ്റണം. ഇനി പൈസയിൽ നമുക്ക് പൈസ കടിക്കാം. പോലീസിന്റെ ടാങ്കിൽ തീരുന്നവരെ തുരുമ്പായിരുന്നോ? തീരുന്നവരെ അതുപോലത്തെ വെള്ളമാണല്ലോ. ഇത് ബോധപൂർവം അണുബാധയേറ്റ വെള്ളം കൊണ്ടുവരികയായിരുന്നു. പിന്നെ തുരുമ്പെന്നാ പറയാൻ പറ്റില്ല. എന്തറിയോ, ഇത് 6 മാസം മുമ്പ് ശേഖരിക്കുന്ന വെള്ളമല്ല. ജലപീരങ്കി ഉപയോഗിക്കേണ്ട ദിവസം രാവിലെ പോയി അന്ന് രാവിലെ ഇത്ര മണിക്കൂർ മുമ്പേ വെള്ളം ശേഖരിക്കാവുള്ളൂ എന്ന് ആക്ടിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. വെള്ളം തുരുമ്പിൽ വരണമെന്നുണ്ടെങ്കിലൊക്കെ കുറേ ദിവസം മുമ്പ് എടുത്തിടണം. അതൊന്നും നമ്മളോട് പറയണ്ട. ഞങ്ങളിപ്പോഴാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ഈ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടും കുളിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് എന്തോ അതാണ് സത്യത്തെ, അത് ഒഴിവാക്കേണ്ടായിരുന്നു. മനുഷ്യന് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുന്നില്ല. അതായത് ഇതുപോലുള്ള ഏതെങ്കിലും മൂലക്കിരുത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലോ ആൻഡ് ഓർഡറിൽ കൊണ്ടുവിടുന്നതിന്റെ പ്രശ്നമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനൊക്കെ തന്നെ കോമൺ സെൻസ് ഇല്ലാത്ത, നിയമം അറിയില്ലാത്ത, ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നടത്തിയില്ലേ നേരത്തെ കോപ്പി അടിച്ചവരൊക്കെ, ഈ ടൈപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്നതിന്റെ ഫലമാണ് ഒരു ഗവൺമെന്റ് അനുഭവിക്കുന്ന, ഒരു ജനം അനുഭവിക്കുന്നത്, ജനത. ഇവരൊക്കെ സർവീസ് കയറി അവരെ പിരിച്ചുവിടാൻ പറ്റില്ലേ? അതിൽ മൂലക്കിരുത്തണം, വല്ല ഫയലൊക്കെ നോക്കാനോ പൊടിയടിക്കാനൊക്കെ. ഞാൻ പറയുന്നത് BJPയുടെ പ്രവർത്തകർ, ഞാൻ ആ വിഷ്വൽസ് കണ്ടില്ല. അല്ല, മാധ്യമപ്രവർത്തകരെ രണ്ട് കാര്യങ്ങളാണ് സാറേ. ഞാനൊരു കാര്യം പറയാം. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മാധ്യമപ്രവർത്തകരെ ഒരു കാരണവശാലും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ അവരുടെ ശാരീരികമായിട്ടോ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ജനറൽ പോളിസിയാണ് BJPക്കുള്ളത്. ദേശീയ തലത്തിൽ തന്നെ നിങ്ങൾ ദേശീയ തലത്തിൽ BJPയുടെ ഏതെങ്കിലും ഇത്രയും കാലം ഞങ്ങളുടെ പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെയോ മാധ്യമ സ്ഥാപനത്തെയോ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസിയിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മെമ്പർഷിപ്പുള്ള ലക്ഷക്കണക്കിന് നേതാക്കന്മാരുടെ പാർട്ടിയാണ് എവിടെയെങ്കിലും ചെയ്തത്. ഇതാണ് ജനറൽ പ്രിൻസിപ്പിൾ. പിന്നെ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധ്യമപ്രവർത്തകർ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് പരമാവധി സത്യസന്ധമായ വാർത്തകൾ കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്ന അഭ്യർത്ഥന ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. എവിടെയെങ്കിലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ നല്ലതാണെന്ന് വ്യക്തിപരമായിട്ട് അഭ്യർത്ഥന. അതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നതല്ല. എന്നാലും പറഞ്ഞില്ല. അങ്ങനെയല്ല. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ആരും പറഞ്ഞോ? പറയാൻ പാടില്ല. സനകം പറഞ്ഞ പോലെ ആരും പറയാൻ പാടില്ല. മാധ്യമപ്രവർത്തകർ, ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തനങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർ അവരവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. അതിൽ ആരും ഇടപെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും പൊതുരംഗത്തൊക്കെ തന്നെ ചില സമയത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില സാഹചര്യങ്ങൾ ചില സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. നമുക്ക് എല്ലാവർക്കും പരസ്പരം നമുക്കറിയാലോ. ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓഫ് ദ റെക്കോർഡ് ചില സംഭവങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന വാർത്തയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതാണ്. നമ്മൾ ഒരു മാധ്യമപ്രവർത്തകനെയോ, ഞാൻ അടിവരയിട്ട് പറയുന്നു പ്രവർത്തകയെയോ, നമ്മൾ അവർക്ക് വേദനയോ വിഷമോ ഉണ്ടാക്കുന്നതിലൊന്നും വിമർശിച്ചിട്ടില്ല. കാര്യങ്ങൾ സംസാരിക്കുന്ന വസ്തുത അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലീസുകാർക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ചോദിച്ചു, നിർത്താം.
തീർച്ചയായിട്ടും കുടിവെള്ള പ്രതിസന്ധി പരിഹാരം ഉണ്ടാക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞു ഇതിൽ ചർച്ചയാവണം കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രതിസന്ധി തിരുവനന്തപുരത്തും കേരളത്തിലും വലിയ ചർച്ചയാവണം. കാരണം എന്താ പറയുമോ, 1000 ലിറ്റർ വെള്ളം, അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. 1000 ലിറ്റർ വെള്ളം അരുവിക്കരയിൽ നിന്നും കൊണ്ടുവന്നാൽ 600 ലിറ്ററേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. ഇതെവിടെയാണ് പാളിയത്? ആ പ്രശ്നം പരിഹരിച്ചാൽ തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നമേ ഉണ്ടാവുകയില്ല. ഞങ്ങളിപ്പോൾ 210 ഉദ്ദേശം, ചില ദിവസം വ്യത്യാസം വരും, ടാങ്കറുകൾ കോർപ്പറേഷൻ വാടക കൊടുത്ത് നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ശ്രദ്ധയിൽ അങ്ങനെ ടാങ്കറുകൾ എത്തണമെന്ന് പറഞ്ഞാൽ 2000 മുതൽ 20,000 ലിറ്ററിന്റെ വരെ ചെറുതും വലുതുമായിട്ട് ടാങ്കറുകൾ അതിലെത്തിച്ചേരാം. അതെ അതെ, പൈപ്പുകൾ പ്രവർത്തിക്കേണ്ടതാണ്. ജല അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ബില്ല് അടയ്ക്കുന്ന ജല അതോറിറ്റിക്കാണ്, അവരാണ് ശരിയാക്കേണ്ടത്. തീർച്ചയായിട്ടും. ആ കിയോസ്കാണ് ഏതാണ് അമൃത പദ്ധതി ഉൾപ്പെടുത്തി? ആ ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നേരത്തെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. ഇതിൽ പ്രശ്നം പൈപ്പില്ലാത്തല്ല പ്രശ്നം, പൈപ്പിലൂടെ വെള്ളം വരാത്തതാണ്. അത് കൊണ്ടുവരേണ്ടത് വാട്ടർ അതോറിറ്റിക്കാണ്. അതിൻ്റെ മെഷീനറി ഉള്ളത്, അതാണ് മന്ത്രി ഉള്ളത്, അതിനാണ് ജലവിഭവ മന്ത്രാലയം ഉള്ളത്. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അക്കാര്യങ്ങൾ ഞങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഇത് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നതല്ല, മേയർ എന്നുള്ള നിലയ്ക്കുള്ള ചുമതലയേറ്റതിന് ശേഷം കൃത്യമായിട്ട് നിരന്തര ഉദ്യോഗസ്ഥരുമായിട്ട് സമ്പർക്കം ഉള്ളതുകൊണ്ട് പിന്നെ പഠിച്ചതിന് ശേഷം പറയുകയാണ്, തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും എത്തുന്നില്ല, അവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വേനൽക്കാലം ആകുമ്പോഴേക്കും ആൾക്കാർ കൂടുതൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഫോഴ്സ് കുറയും. ഇനി ശുദ്ധീകരണ പ്ലാന്റിലേക്ക് 600 ലിറ്റർ എത്തുള്ളൂ, 1000 കൊണ്ടുവന്നാൽ അവിടെ നിന്ന് പിന്നെ ഈ കോർപ്പറേഷന്റെ പല ഭാഗത്തേക്കും പോകുമല്ലോ, അതിനും ലീക്കേജ് ഉണ്ട്, അപ്പോൾ വീണ്ടും കുറയും. അപ്പോൾ നമുക്കിവിടെ എത്തുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഇപ്പം നെയ്യാർ ഡാം ഇതുവരെയും പറ്റിയിട്ടില്ല എന്നാണ് ഉള്ളത്. അപ്പോൾ നെയ്യാർ ഡാമിൽ നിന്നുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അരുവിക്കരയിൽ വൃഷ്ടിപ്രദേശത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി കൂടുതൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കുമോ? നമുക്ക് പൈപ്പ് എന്താണ് വ്യത്യാസം വരുത്താൻ സാധിക്കും? ഏത് സ്ഥലം വരെ പുതിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്? ഇതിനെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെ ഇടപെട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുമായി ഇരുന്ന് വലിയൊരു ചർച്ച നടത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരണം. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ 2 വർഷം, മിനിമം 2 വർഷം കഴിഞ്ഞാൽ തീരും. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഇരുന്ന് ചർച്ച ചെയ്താലേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ഇതുവരെയും പോലീസിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ചർച്ച ഒരു പരിശോധിക്കാം. അവസാനം ചോദിച്ച ഒരു അടിയന്തരം എന്നുള്ള വാക്കിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. എനിവേ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾ ഇടപെടും. അത് എപ്പോൾ ഇടപെടും, എന്ന് ഇടപെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിൻ്റെ സമയം പറയാം. പക്ഷേ ആ ഇടപെടുന്ന സമയത്ത് മാധ്യമങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്ന നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാവണം. ആയിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഉണ്ടാകണം. ആരിട്ട് ചേച്ചിയുടെ ഒപ്പീനിയൻ, അവരുടെ സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്രയും കാലത്തെ വിലയിരുത്തലും വെച്ച് അവർ പോസ്റ്റ് ഇട്ടു. അതന്നെ ശ്രീല ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒപ്പീനിയൻ സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വേറെ പോസ്റ്റ് ഇട്ടോ. ഓക്കെ. അല്ലല്ല, അങ്ങനെ BJP നേതാവിൻ്റെ ഒന്നുമല്ല. BJP ഞാൻ പറയാം, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനത്തിൽ ഏതൊരു സ്ഥാപനത്തിലായാലും ശരി തന്നെ ചില കണ്ടെത്തലുകൾ നടത്തി കഴിഞ്ഞാൽ ആ കണ്ടെത്തലുകൾ അനുസരിച്ച് നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ല, അത് ഹെൽത്ത് സെക്ഷനിൽ അന്വേഷിക്കും. ഞാൻ പോയല്ലോ പരിശോധിച്ചു. അല്ല, എനിക്ക് മേയർക്കൊരു ഇൻഫർമേഷൻ വരുന്നു. മേയർ ഹെൽത്ത് സെക്ഷനും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിളിച്ചിട്ട് അത് പരിശോധിക്കാൻ പറയുന്നു. പരിശോധിച്ച സമയത്ത് ചില അനോമലീസ് അവർ കണ്ടെത്തുന്നു. ആ നോവൽ ഞാൻ പിന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മേയർ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം ലക്ഷക്കണക്കിന് സ്ഥാപനം നടക്കുന്നുണ്ട്, എല്ലാത്തെക്കുറിച്ചും ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. ഒരു മേയർക്ക് അതിൻ്റെ എല്ലാം പറഞ്ഞു. ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തു. അവ പറഞ്ഞതിൽ ചില വസ്തുത ഉണ്ടെന്ന് കണ്ടെത്തി. അവരതിൻ്റെ വല്ല ആക്ഷൻ എടുത്തു, റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും. ഓക്കെ.